മലപ്പുറം എടപ്പാളിൽ കരാർ തൊഴിലാളികളെ മർദ്ദിച്ചു എന്ന പരാതിയിൽ വിശദീകരണവുമായി CITU. സംഘർഷമുണ്ടായിട്ടില്ല എന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് MB ഫൈസൽ പറഞ്ഞു. കരാർ തൊഴിലാളികളുമായി സംസാരിച്ച് മടങ്ങുമ്പോഴാണ് ഒരാൾ വീണ് കിടക്കുന്നത് കണ്ടത്. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് CITU പ്രവർത്തകരാണെന്നും MB ഫൈസൽ 24-നോട് പറഞ്ഞു. ഈ സംസാരത്തിന്റെ ഭാഗമായി ബിൽഡിംഗ് ഓണറും അതുപോലെ തന്നെ കരാറുകാരനും വിളിച്ചു പറയുന്ന അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ പിരിഞ്ഞു പോരാണ്. നാളെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ എന്നുള്ളത്. ആ പിരിഞ്ഞു പോരുന്ന സമയത്താണ് ഇങ്ങനൊരു തൊഴിലാളി വീണിട്ടുണ്ട് കാണുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഇവര് കൂടിയാണ് തെരയുന്നത്. ഇയാളെ ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് തെരയുന്നത്. അപ്പൊ ആള് ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ വീണ് കിടക്കുന്നുണ്ട്. അവർ ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് ഹോസ്പിറ്റലിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നത്. അവിടുന്ന് പോരാ എന്ന് ഘട്ടം വന്നപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായിട്ട് ലീഡർഷിപ്പ് ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. ഇതിനകത്തൊരു സംഘർഷമില്ല. ഒരു വാക്കേറ്റോ ബഹളോ ഒരു വാഗാതോ അടിപിടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ ചോദ്യം ചെയ്യും. അതെന്താ വെച്ചാൽ നമ്മളാണ് നിയമപരമായി തൊഴിലെടുക്കാൻ ചുമതലപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്കാണ്. തൊഴിലാളികളെ ആക്രമിച്ചു എന്ന പരാതിയിൽ 10 CITU പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൈകൊണ്ടും ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരൂരിൽ നിന്ന്. സമീർ, ഇങ്ങനെ ഒരു സംഘർഷമേ ഉണ്ടായിട്ടില്ല. പ്രശ്നം പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ ആ പ്രശ്നം അവതരിപ്പിക്കുക, അതിനുവേണ്ടിയാണ് അവിടെ പോയത്. അതിനുശേഷം മടങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ വീണ് കിടക്കുന്നത് കാണുന്നത്. പിന്നീട് CITU പ്രവർത്തകർ തന്നെ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് CITU നേതൃത്വം വിശദീകരിക്കുമ്പോഴും പോലീസിന്റെ FIR-ൽ അതിക്രൂരമായ മർദ്ദനം നടന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് CITU സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? പോലീസ് നടപടി ഇതിലെങ്ങനെ സമീർ? നിലവിൽ കണ്ടാലറിയാവുന്ന 10 CITU പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരിക്കേറ്റ ഫായിസ് ഷാജഹാന്റെ പരാതിയിലാണ് നിലവിൽ പോലീസിന്റെ നടപടി. സംഘം ചേർന്ന് ആക്രമിക്കൽ, അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് നിലവിൽ CITUയുടെ വിശദീകരണം. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു തിരൂരിൽ നിന്ന്.